ഇതാ തുള്ളി വെള്ളം പോലും ചേർക്കാതെ നല്ലവണ്ണം അരച്ച് ഉരുട്ടിയെടുത്ത ചമ്മന്തി ഇഷ്ടപ്പെടാത്ത മലയാളികളുണ്ടോ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ലെമൺ ആൻഡ് ചില്ലി. ഇന്നത്തെ റെസിപ്പി കോവയ്ക്ക ചമ്മന്തിയാണ്. ഈ ചമ്മന്തിയിൽ കോവയ്ക്ക ചേർത്തതായിട്ട് നിങ്ങൾ പറയാതെ ഒരു മനുഷ്യരും കണ്ടുപിടിക്കില്ല. അപ്പോൾ കോവയ്ക്ക ഇഷ്ടപ്പെടാത്തവരെ കഴിപ്പിക്കാനും പറ്റിയ നല്ലൊരു ഐഡിയ കൂടിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണിത്. അളവുകളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതുണ്ടാക്കുന്ന വിധം കണ്ടാലോ. ഇതാ ചൂട് കട്ടിയുള്ളൊരു കടായി എടുക്കുക. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർക്കുക. ഉഴുന്ന് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ടുണ്ട്. ആദ്യത്തെ ഒരു 10-15 സെക്കൻഡ് നേരത്തേന് ഉഴുന്ന് മാത്രമായിട്ട് ഇട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ബാക്കിയുള്ള ഐറ്റംസ് ചേർക്കുക. ചെറിയ തീയിൽ തന്നെ ഇടുക. ഉഴുന്ന് നല്ലവണ്ണം ഉള്ളൊക്കെ മൂത്ത് വരണം. ഒരു 15 സെക്കൻഡ് അടുത്തായിട്ടുണ്ട്. ഇനി വറ്റൽമുളക് ചേർക്കുക. ഒരു 5 എണ്ണം ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു കഷ്ണം പുളിയുണ്ട്, അതൊന്ന് പരത്തി ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 4 വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതൊന്ന് 3ആയിട്ട് കട്ട് ചെയ്താണ് ചേർത്തിരിക്കുന്നത്. തീരെ പൊടിയാക്കണ്ട. ഇനി ഉഴുന്ന് ബാക്കിയോടെ ഒന്ന് മൂത്ത് കിട്ടാറുണ്ട്. കൂടെ തന്നെ മുളകും ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഒന്ന് ചൂടായി വന്നോളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഉഴുന്ന് അടിയിലടിയിൽ വരുന്നത് കാരണം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ആ ഉഴുന്നിൻ്റെ കളറ് വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി. നല്ലവണ്ണം ഒന്ന് ചുവന്ന് വരാനായിട്ട് തുടങ്ങും. എല്ലാ ഉഴുന്നും ഒരുപോലെ മൂത്ത് കിട്ടണേ. ഞാനിവിടെ 5 മുളകാണ് ചേർത്തിട്ടുള്ളത്. 3 എണ്ണം എരിവുള്ളതും 2 കാശ്മീരി മുളകും. അപ്പോൾ ആവശ്യത്തിനുള്ള എരിവുമാകും. ചമ്മന്തിക്ക് നല്ലൊരു കളറും കിട്ടും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർക്കരുത്, ഇതുപോലെ തന്നെ ചേർക്കുക. ഇതാ ഉഴുന്ന് കുറച്ച് ബ്രൗൺ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഉഴുന്നിൻ്റെ കളർ കണ്ടില്ലേ? ഇനി എണ്ണയില്ലാതെ ഒന്ന് സൈഡ് വടിച്ചെടുത്ത് വേറെ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. ഇനി എണ്ണയൊന്നും ഒഴിക്കേണ്ട. അതേ എണ്ണയിൽ തന്നെ ഒരു 11-12 ചുവന്നുള്ളി ചേർക്കാം. ഉള്ളി അതുപോലെ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. കളറൊക്കെ ഒന്ന് മാറി ഉള്ളിയുടെ ഉൾഭാഗമൊക്കെ നല്ല ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ കളറ് നല്ല മാറ്റം ഉണ്ടാകും. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പം പാകമായിട്ടുണ്ട്. ഓരോന്നിനും പല പല സമയമാണല്ലോ, അതുകൊണ്ട് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വഴറ്റിയെടുക്കുക. വീണ്ടും അതേ കടായി തന്നെ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കോവയ്ക്ക അതാ ഈ ഒരു കനത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഏകദേശം വലിപ്പമുള്ള ഒരു 15 കോവയ്ക്കയോളം ഉണ്ട്. വലിപ്പ വ്യത്യാസം ഉള്ളത് കാരണം എണ്ണം പറഞ്ഞാൽ കറക്റ്റ് ആവില്ല. അതുകൊണ്ടാണ് 2 കപ്പ് എന്നുള്ള അളവ് പറഞ്ഞത്. പിന്നെ അരിഞ്ഞെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മളൊന്ന് കഴുകുമല്ലോ. എന്നിട്ട് ആ വെള്ളം ഒന്ന് തുടച്ച് മാറ്റിയിട്ട് വേണം എടുക്കാനായിട്ട്. കോവയ്ക്ക ചേർത്ത ഉടനെ തന്നെ തീയെ നല്ലവണ്ണം കൂട്ടി വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് ഇത് അടച്ചും വെക്കരുത്, ഉപ്പും ചേർക്കരുത്. വെള്ളം വിടും. അങ്ങനെ വരാതിരിക്കാനാണ് തീ അല്പം കൂട്ടി കൊടുത്തുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത്. ഇത് വഴന്ന് വരുമ്പോഴത്തേന് ഇത് അല്പം ഒന്ന് ചുരുങ്ങും. അതുപോലെ കളറൊക്കെ നല്ലവണ്ണം ഒന്ന് മാറി വരും. ഈ ഒരു സ്റ്റെപ്പ് നോൺ സ്റ്റിക്ക് പാന് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിൽ എണ്ണമയം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ എണ്ണയൊന്നും ഒഴിച്ചില്ല. മറ്റ് കടായി ആണെങ്കിൽ ഈ സമയത്ത് ഒരൊട്ടലുണ്ടാകും. ശകലം എണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതായി വരും. ഇതിപ്പോൾ ഇതിൻ്റെ കളർ മാറിയിട്ടുണ്ട്, ഒന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട്. ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇതിന് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റി വയ്ക്കുക. ഉഴുന്നൊക്കെ മാറ്റി വെച്ചില്ലേ, അതേ പാത്രത്തിൽ വെക്കരുത്, വേറെയായിട്ട് മാറ്റി വയ്ക്കുക. ഇതിനെ ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. വീണ്ടും അതേ കടായി വെച്ചിട്ടുണ്ട്. കോവയ്ക്ക എടുത്ത അതേ കപ്പിൻ്റെ ഒരു 3/4 കപ്പോ ഇല്ലെങ്കിൽ 1 കപ്പോ തേങ്ങ ചേർക്കാം. ഇതിൻ്റെ കൂടെ 2 തണ്ട് കറിവേപ്പില, ചെറിയ തണ്ടാണ്, 2 തണ്ട് ചേർത്തിട്ടുണ്ട്. കുറഞ്ഞ തീയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് സെക്കൻഡ് മാത്രം മതി. ആ തേങ്ങ ഒന്ന് ചൂടായാൽ മാത്രം മതിയേ. ഒട്ടും അതിൻ്റെ തേങ്ങാപ്പാൽ വറ്റിപ്പോവുകയോ ബ്രൗൺ ആവുകയോ ഒന്നും വേണ്ട. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് കൈ വെച്ച് ടച്ച് ചെയ്ത് നോക്കുക തേങ്ങ ചൂടായിട്ടുണ്ടോ എന്ന്. അത്രയും മതി. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ മണിക്കൂറുകൾ കഴിഞ്ഞാലും ഈ ചമ്മന്തി ഒട്ടും കേടാകത്തില്ല. ടേസ്റ്റ് വ്യത്യാസം ഒന്നും തന്നെ ഉണ്ടാകില്ല. ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അതിലും കൂടുതൽ സമയം കേടാകാതിരിക്കും. തേങ്ങ ഒന്ന് ചൂടായതിന് ശേഷം നല്ലവണ്ണം ആറാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കുക. ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ആദ്യമേ പരിപ്പ് ഉള്ളി മാറ്റി വെച്ചില്ലേ, അത് ചേർക്കുക. ഇത് നല്ലവണ്ണം ആറിയിട്ടുണ്ട്. എല്ലാം നല്ലവണ്ണം ആറണം. ജാറിൻ്റെ അടിയിലോട്ട് ആദ്യമേ മുളക് ചേർക്കുക. പെട്ടെന്ന് അരഞ്ഞു കിട്ടും. ഇതിനി ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വന്നാൽ മതി. ഇതിപ്പോൾ ഇത്രയൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക.
ഇനി ഇതിൽ ഒരു 2 നുള്ള് കായപ്പൊടി ചേർക്കുക. ഇനി ഇതിലോട്ട് കോവയ്ക്കായും തേങ്ങയും ചേർക്കണം. ഒന്നട വിട്ട് ചേർക്കുക. നല്ലവണ്ണം മിക്സ് ആകാൻ വേണ്ടിയാണ് അങ്ങനെ ചേർക്കുന്നത്. അതുപോലെ തന്നെ മിക്സിയുടെ വലിയ ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ സൗകര്യമായിരിക്കും. ഇങ്ങനെ ഒന്നട വിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അത് മിക്സ് ആവുകയും ചെയ്യും. ഇത് കല്ലിൽ വേണേലും അരച്ചെടുക്കുക. ഉഴുന്ന് പരിപ്പ് വരുമ്പോൾ നല്ലവണ്ണം ഒന്ന് ഇടിച്ചിടിച്ച് അരച്ചു കൊടുക്കണമെന്ന് മാത്രം. വെള്ളം ചേർക്കരുത്. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മാത്രം മതിയേ. ഒട്ടും ഞാനിതിൽ വെള്ളം ചേർത്തിട്ടില്ല. കേട് കൂടാതിരിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാതെ അരയ്ക്കണം. അതുപോലെ ആറിയതിന് ശേഷം അരച്ചെടുക്കുക. തേങ്ങ ചമ്മന്തി അരയ്ക്കുന്ന അതേ അളവിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരളവിൽ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കോവയ്ക്ക ചേർത്തിട്ടുണ്ടെന്ന് നിങ്ങൾ പറയാതെ ഒരു മനുഷ്യരും അറിയാൻ പോകുന്നില്ല. നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണിത്. ഇനി കോവയ്ക്ക കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഹൈപ്പ് തരാനും കമൻറ്റ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ആ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇട്ടാൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം എത്തിച്ചേരുക. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.